നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള അത്യാഹിത വിഭാഗം ഇന്ന് ചില ആശുപത്രികളിൽ ലഭ്യമാണ്. എന്തെല്ലാം ചികിത്സകളാണ് ഈ വിഭാഗത്തിൽ ഇന്ന് ഇവർ നൽകുന്നത് എന്നാണ് ഡോക്ടർ ലൈവ് വിശദീകരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഈസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് പീഡിയാട്രിഷ്യനായ ഡോക്ടർ മഞ്ജുള എസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഇൻറ്റൻസീവ് കെയർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അത്യാഹിത വിഭാഗം എന്ന് പറയുന്നത് എന്തൊക്കെ ചികിത്സകളാണ് ഇവിടെ കൊടുക്കുന്നത്? നമ്മൾ സാധാരണ പീഡിയാട്രിക്സിൽ മാനേജ് ചെയ്യുന്ന എല്ലാ കേസസിൻ്റെയും ഒരു സിവിയർ ആയിട്ടുള്ള, അതായത് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾക്ക് അവർക്കുള്ള കെയറാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് അതായത് കാർഡിയക് ഫെയിലിയർ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് സ്വന്തമായി കുട്ടികൾക്ക് ശ്വാസോച്ഛ്വാസം നടത്താൻ പറ്റാതെ വരിക, സ്വന്തമായിട്ട് ഹൃദയത്തിൻ്റെ ഫങ്ഷൻ നോർമലായിട്ട് ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കുട്ടിയുടെ ജീവന് തന്നെ അപകടം വരുത്തുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ അതിന് മുന്നോടിയായിട്ടും നമ്മൾ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ സ്വന്തമായി അത്ര ക്രിട്ടിക്കലാവുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് മെയിൻലി നമ്മൾ ക്രിട്ടിക്കൽ കെയറിൽ ചെയ്യുന്നത്. അതിപ്പോൾ സാധാരണ നമ്മൾ പീഡിയാട്രിക്സിലുള്ള എല്ലാ കേസസും നമ്മൾ വൈറ്റൽസ്, അതായത് കുട്ടിയുടെ ഹാർട്ട് റേറ്റ്, BP, റെസ്പിറേഷൻ ഇതൊന്നും ശരിയായിട്ട് വരുന്നില്ല, അണ്ടർലൈൻ കണ്ടീഷൻ, അടിസ്ഥാനപരമായിട്ടുള്ള കണ്ടീഷൻ ബാഡ് ആകുമ്പോൾ നമ്മൾ മുൻകൂട്ടി തന്നെ അത് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും തുടർന്ന് തീവ്രപരിചരണം എന്താണെന്ന് വെച്ചാൽ നൽകുകയും ചെയ്യും. കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. മോള് 5 വയസ്സായില്ലേ, ഇടക്കിടക്ക് വിരന്റെ പ്രശ്നം വരുന്നുണ്ട്. എന്താണ് ഷംന? വിരന്റെ പ്രശ്നം വരുന്നുണ്ട് മോക്ക്. വേംസിന്റെ ഹോമിയോ ഗുളിക കുടിക്കുന്നുണ്ട്. അത് കുടിച്ച് കുറച്ച് കഴിയുമ്പോ പിന്നെ വരുന്നതാണ്. ആണ് ഇത് 5 വയസ്സല്ലേ മോൾക്ക് പറഞ്ഞത്? 5 വയസ്സിൽ. ഓക്കെ. ഈ വിരയുടെ ശല്യം മാറണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം മരുന്ന് കൊടുത്താൽ മാത്രം അത് ഫുൾ മാറില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് വ്യക്തി ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും ശുചിത്വവും നമ്മൾ വളരെ നോക്കേണ്ടതാണ്. അതായത് കുട്ടിക്ക് മരുന്ന് കൊടുക്കുക മാത്രമല്ല, കുട്ടിയുടെ നഖം കട്ട് ചെയ്യുക. വീട്ടിൽ മരുന്ന് കൊടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഡിവേമിൻ്റെ മരുന്ന് നമ്മൾ കൊടുക്കുകയും വേണം. അതുമാത്രമല്ല 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ഡോസ് റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ കുട്ടിയുടെ എന്താ പറയുക, ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തി ശുചിത്വം തന്നെയാണ്. അതായത് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് രണ്ടും നല്ലപോലെ കൈ വാഷ് ചെയ്യുക. നമ്മൾ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഏത് പച്ചക്കറി ആണെങ്കിലും എല്ലാം നല്ലപോലെ കഴുകിയതിന് ശേഷമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല, കുട്ടിക്ക് മാത്രമല്ല വീട്ടിലുള്ള ബാക്കി എല്ലാ അംഗങ്ങളും ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. പിന്നൊന്ന്, കുട്ടി ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതും നല്ല ചൂടുവെള്ളത്തിൽ നല്ല സോപ്പ് വെള്ളമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കഴുകണം. അത് ഭക്ഷണം 5.5 വയസ്സിലെ കുട്ടിക്ക് എത്ര വെയിറ്റ് ഉണ്ട്? അടുത്തൊന്നും നോക്കിയിട്ടില്ല. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കുറവെന്ന് തോന്നിയാലും ഈ പ്രായത്തിൽ ചിലപ്പോൾ കുട്ടിയുടെ ഒരു വിശപ്പിന്, അതായത് ചിലപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുട്ടിയുടെ വളർച്ചയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വിശപ്പിലും ഒരു വ്യത്യാസം വരാറുണ്ട്. എല്ലാം വിശപ്പ് കുറവാണെന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ ഒരു സബ്ജക്റ്റീവ് തോന്നലാവാനും വഴിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെയിറ്റ് എത്രയാണെന്ന് നോക്കുക. വെയിറ്റ് കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ചും കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചും ഉള്ള വെയിറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക, വളർച്ചയുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം എന്തെങ്കിലും പോഷകാഹാരം ഒരു സാധാരണ ഈ പ്രായത്തിൽ കഴിക്കുന്ന ഒരു കുട്ടി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി. ഒരുപാട് കഴിക്കണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നതിൽ അർത്ഥമില്ല. കുട്ടിക്ക് വേറെ രോഗങ്ങളോ അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതർവൈസ് കുട്ടി നല്ല ആക്റ്റീവാണ്, നല്ല അലേർട്ടാണ്, സ്കൂളിൽ പോകുന്നുണ്ട്, വേറെ ക്ഷീണിച്ച് കിടക്കുന്നില്ല, അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മുതിർന്നവരിലെ അത്യാഹിത വിഭാഗവും കുട്ടികളിലെ അത്യാഹിത വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? മുതിർന്നവർ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടൈപ്പ് ഓഫ് ഡിസീസസ് അത് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ അഡൾട്ടിൽ വരുന്നത് കൂടുതലും എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ അത്യാഹിതം ഒന്ന് ട്രോമ കേസസ് വരാറുണ്ട്. പിന്നെ ഒന്ന് കൂടുതലും കാർഡിയാക്ക്, ഹാർട്ട് അറ്റാക്ക് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കുന്ന ഹാർട്ട് അറ്റാക്ക്, അങ്ങനത്തെ ഒരു കൂടുതലും ഹൃദയ സംബന്ധമായ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ അല്ലെങ്കിൽ സിവിയർ ആസ്മ വളരെ കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ ക്രോണിക് പൾമണറി ഡിസീസ് അങ്ങനത്തെയൊക്കെ ആയിരിക്കും കൂടുതൽ വരിക. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെയല്ല. സാധാരണ എന്താ പറയുക,
ഏത് സാധാരണ ഇൻഫെക്ഷനും കുട്ടികൾ കുറച്ചുകൂടെ പെട്ടെന്ന് അസുഖം പ്രോഗ്രസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ സാധ്യത കൂടുതലുണ്ട്. പക്ഷേ പ്രോംപ്റ്റ് ടൈമിൽ, അതായത് ആ ഗോൾഡൻ പീരീഡിൽ തന്നെ നമ്മൾ ഇൻ്റർവീൻ ചെയ്താൽ, നമ്മൾ മെഷേഴ്സ് എടുത്താൽ ഔട്ട്കം ഭയങ്കര വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ റിവാർഡിംഗ് ആയിട്ട് തോന്നാറുണ്ട് നമുക്ക്. അതായത് ആ ഒരു കൃത്യസമയത്തിന് നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് വളരെ നല്ല ഔട്ട്കം നമുക്ക് കിട്ടും. ഈ പ്രത്യേക വിഭാഗമായിട്ട് പീഡിയാട്രിക് ICU നമുക്കുണ്ട്, സെപ്പറേറ്റ് എല്ലാ ICU. ഹോസ്പിറ്റലിലും അത് ലഭ്യമല്ല. അങ്ങനെ ഒന്ന് ഉണ്ടാവേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ പ്രധാനമാണ്. കാരണം അത് നമ്മുടെ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിൽ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ആശുപത്രികളിലും അത് നിർബന്ധമായിട്ടും തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇതൊരു ഒരു ബഡ്ഡിങ് സ്പെഷ്യാലിറ്റി ആയതുകൊണ്ടാവാം ഇപ്പോൾ പല പുതിയ ഹോസ്പിറ്റലുകളിലും അത് വരുന്നുണ്ട്. പക്ഷേ ശരിക്കും പറയുവാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു പീഡിയാട്രിക് കേസസ് അഡ്മിറ്റ് ഉള്ള നല്ല OPയും IPയും ഉള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഇത് ലഭ്യമാകേണ്ട ഒരു ആവശ്യമുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 ബെഡഡ് അല്ലെങ്കിൽ ഒരു 5 ബെഡഡ് ആണെങ്കിലും മതി. നമുക്ക് ആ ഒരു സിക്ക് കുട്ടികളെ മുന്നോടിയായിട്ട് കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിന് അത് നിർബന്ധമാണ്. പിന്നെ ഇതിന് വേറൊരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാർഡിലോ റൂമിലോ കിടക്കുമ്പോൾ നമുക്ക് ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ കുട്ടിയുടെ ഹൃദയമിടിപ്പ്, കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം, BP, യൂറിൻ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രവണതയുണ്ടോ, റീനൽ ഫെയിലറി പോകുന്നുണ്ടോ, അങ്ങനെ നമുക്ക് ഓരോന്നും അങ്ങനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ICUവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ മാത്രമല്ല, നേഴ്സുമാരുടെ നമ്മൾ ഡോക്ടേഴ്സും നേഴ്സുമാരും, അത് കൂടാതെ നമ്മൾ മെഷീനിനെയും ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, കണ്ടിന്യൂസ് ഒരു 24 അവർ മോണിറ്ററിങ് നമുക്കത് പറ്റും. അപ്പോൾ ഒരു ചെറിയ ഒരു ഫ്ലക്ച്വേഷൻ, ഒരു വ്യതിയാനം നമുക്ക് കണ്ടാൽ തന്നെ നമുക്കത് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ചുകൂടെ പ്രോ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് ആ കുട്ടീനെ സേവ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ ഒരു തലച്ചോറിൽ പഴുപ്പ് വന്നിട്ട്, മെനിഞ്ചൈറ്റിസ് വന്നിട്ട് വാർഡിൽ കിടക്കുകയാണ്. അവിടെയാണ് നമ്മൾ അപസ്മാരം അടിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടിയെ നമ്മൾ ഒരു ICU ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുകയും അപ്പം തന്നെ നമ്മൾ അതിന് വേണ്ട തുടർച്ചയായിട്ട് അപസ്മാരം വരുമ്പോൾ നമ്മൾ സാധാരണ മരുന്ന് പോരാ, കണ്ടിന്യൂസ് ഇൻഫ്യൂഷനൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ മുന്നോടിയായിട്ട് അതിനെ മോണിറ്ററിൽ കണക്ട് ചെയ്ത് കുട്ടിയുടെ വൈറ്റൽസ് ഒക്കെ മോണിറ്റർ ചെയ്ത് മുന്നോടിയായിട്ട് ഒരു കണ്ടിന്യൂസ് സീഷർ വരുന്നുണ്ടെങ്കിൽ, ഫിറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ടു ദ ലെവൽ ഓഫ് ഇൻറ്റുബേഷൻ അല്ലെ വെന്റിലേറ്റ് വരെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ സിവിയർ ഇപ്പോൾ ന്യൂമോണിയ അപ്പോൾ സിവിയർ ന്യൂമോണിയ 2 ശ്വാസകോശത്തിലും ശക്തമായ അണുബാധ വന്നു. അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ വാർഡിൽ ഒരു ഓക്സിജനും കൊടുത്ത് നമുക്ക് അങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കണ്ടിന്യൂസ് മോണിറ്ററിങ് വേണം. ഐഡിയലി 1:1 റേഷ്യോയിൽ ഒരു പേഷ്യൻറ്റിനെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഒരു ഡെഡിക്കേറ്റഡ് ടീം ഓഫ് ഡോക്ടേഴ്സ്, ഡെഡിക്കേറ്റഡ് ടീം ഓഫ് സ്റ്റാഫ് നഴ്സസ് വിത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കത് മുന്നോടിയായിട്ട് കണ്ടുപിടിച്ച് നമുക്ക് ആ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്ര ഇൻറ്റൻസീവ് മോണിറ്ററിങ് ഉണ്ടെങ്കിലേ നമുക്കത് സാധിക്കുള്ളൂ. കുട്ടികളുടെ പ്രതിരോധ കുത്തിവയ്പ്പ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? വളരെ പ്രാധാന്യമുണ്ട്, വളരെ പ്രാധാന്യമുണ്ട്. ഓരോന്നിനും നമുക്ക് കൃത്യമായ സ്കെഡ്യൂളുണ്ട്, അതനുസരിച്ച് കൊടുക്കണം. കാരണം വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് പലതും ഫോർ എക്സാമ്പിൾ മീസിൽസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് സമയത്തിന് ആ വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മീസിൽസ് വരാതിരിക്കുക മാത്രമല്ല, മീസിൽസിനോടനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ തലച്ചോറിൽ ഇത് മസ്തിഷ്ക ജ്വരം വരിക, അതിൻ്റെ ലേറ്റ് സീക്വലേ വരെയുണ്ട്. ചിലതൊക്കെ ആ ലെവൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം തന്നെ ഭയങ്കരമായിരിക്കും. അതായത് ഒരു കുട്ടിയുടെ ഒരു ഫർദർ ഭാവിയെ തന്നെ അത് അഫക്റ്റ് ചെയ്യുന്ന ഒരിതാണ്. അപ്പോൾ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മാത്രമല്ല, ഈ അസുഖം വന്നു കഴിഞ്ഞാലുള്ള പരിണിത ഫലം, കോംപ്ലിക്കേഷൻസ് എല്ലാം ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ എപ്പോഴും ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് മാഹി എന്നാണ്. എന്താ പേര്? ഷഫീന. ഓക്കെ. ഞാൻ കുട്ടിക്ക് അധികം പനി തന്നെ ഇവിടെ. ഇപ്പൊ 9 മാസമായി. അപ്പൊ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി കഫക്കെട്ട്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഒരു വയറ്റുനോക്കുണ്ടായി. അതിപ്പോ പിന്നെ കുറച്ച് മാറ്റമുണ്ട്. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോ ബാനക്കേടെന്നാ പറഞ്ഞത്. അതെന്തുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനി ഇത് വരുന്നത്? എന്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിക്കുന്നപ്പോഴേക്ക് ഛർദിക്കും, വയറൊക്കെ പൊന്തി വരില്ല. ഷഫീന അല്ലേ? ഷഫീന, കുട്ടിക്ക് എത്ര വയസ്സുണ്ട് ഷഫീന? 9 മാസം. 9 മാസം. ഹലോ. അതെ 9 മാസം.
9 മാസം. കുഞ്ഞിന് എത്ര മാസം തൊട്ടാണ് ഇങ്ങനെ അടിക്കടി ഇങ്ങനെ ഇത് വരുന്നത്? ഈ കഫക്കെട്ട് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതോ ഒ പിയിൽ കുറച്ച് മരുന്ന് കൊടുത്താൽ അത് കുറയാറുണ്ടോ? എങ്ങനെയാണ്? അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ശ്വാസം മുട്ടൽ വന്നേ ആ സമയത്ത് 2 മാസം. അപ്പൊ എന്താ ഓക്കെ, ജനിച്ചപ്പോഴൊക്കെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നോ? 3 കിലോ. അപ്പോഴും അപ്പോൾ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര മാസം തൊട്ടാണ് ഈ ശ്വാസം മുട്ടലും ഇത് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്? ഒരു 4 മാസം കഴിഞ്ഞു. 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം വരാറുണ്ട്? അങ്ങനെ ശരാശരി എത്ര പ്രാവശ്യം വരാറുണ്ട്? ഒരു മാസത്തിൽ 100 പ്രാവശ്യം ഉണ്ടാവും. വരുന്നുണ്ട്. പനിയോടനുബന്ധിച്ചിട്ടാണോ വരുന്നത്? അതെ, പനിയും ഉണ്ടാവും. പനിയോടനുബന്ധിച്ചിട്ടാണ് വരുന്നത്. പനിയും ശ്വാസമുട്ടലും കൂടിയാണ് വരുന്നത് അല്ലേ? പനിയും ശ്വാസമുട്ടലുമാണ് വരുന്നത്. ഓക്കെ. ശ്വാസമുട്ടല് പിന്നെ അല്ലെങ്കിൽ പനി മാത്രം ഉണ്ടാവും. പനി മാത്രം ഉണ്ടാവും. ഓക്കെ. പിന്നെ ഇപ്പൊ ഒരു മലയം പൊട്ടി വന്നിട്ട് കുട്ടിക്ക്. ഓക്കെ ഓക്കെ. അത് ഈ ഒരു സീസണിൽ അത് വരും. അത് പിന്നെ മേ ബി ഇത് എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരാറുണ്ടോ ഷഫീന കുട്ടീനെ? അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട മാതിരി അത്രയ്ക്ക് കാഠിന്യമുള്ള ഒരു അസുഖമായിട്ടല്ല അല്ലെ? ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ? നല്ല പനി ഉണ്ടാവും. ഓക്കെ. കുട്ടീനെ എടുത്ത് ഒരുപാട് പുറത്തേക്ക് കൊണ്ടുപോകാറൊക്കെ ഉണ്ടോ? ഒത്തിരി അങ്ങനെയൊക്കെ? വീട്ടില് വേറെ കുട്ടികളൊക്കെ ഉണ്ടോ? അതെ, വേറെ കുട്ടികളുണ്ട്. കുട്ടി എവിടെ പോയിട്ടുണ്ടെങ്കിൽ അന്ന് അല്ല, പൊതുവെ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് ഇപ്പോഴും 5 മാസം വരെ കറക്റ്റ് കൊടുത്തിരുന്നോ? 6 മാസം വരെ നല്ലോണം കൊടുത്തിരുന്നോ? ഇപ്പൊ കുടിക്കുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് ആവശ്യത്തിന് കൊടുത്തിരുന്നു അല്ലേ? എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ചുമയും കഫവും അങ്ങനെ വരാറുണ്ടോ? അതായത് എന്തെങ്കിലും പശുവിന്റെ പാലോ അങ്ങനെ വല്ലതും കൊടുക്കുവോ, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും കൊടുത്തിരുന്നോ? ഭക്ഷണത്തിന്റെ പാൽ ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഞാൻ. പക്ഷെ അതിന്റെ മുമ്പേ കഫക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ എന്തായാലും ഷഫീന കുട്ടീനെ ഹോസ്പിറ്റലിൽ ഒന്നും കൂടെ കൊണ്ടുവന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇവാലുവേഷൻ ചെയ്യണം. എന്താ കാര്യം എന്ന് വെച്ചാൽ 9 മാസമുള്ള കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഫക്കെട്ട് വരുന്നു. അതാണ് ഷഫീനയുടെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒന്ന്, പശുവും പാൽ ആദ്യം നിർത്തുക. ഫസ്റ്റ് തിങ്, പശുവും പാല് കൊടുക്കണ്ട, നിങ്ങളുടെ പാല് കൊടുക്കുക. പിന്നെ ഈ 8 മാസത്തിൽ കൊടുക്കാവുന്ന വിരകി കൊടുക്കാവുന്ന മുത്താറി, മറ്റേ കഞ്ഞി അല്ലെങ്കിൽ പച്ചക്കറി വേവിച്ചത്, പയറ്, പരിപ്പ് അങ്ങനത്തെ എല്ലാം കൊടുത്തോളൂ. പശുവും പാല് ആദ്യം നിർത്തുക. കാരണം പശുവും പാല് കൊടുക്കുമ്പോൾ കൗസ് മിൽക്ക് പ്രോട്ടീൻ അലർജി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കഫവും കഫക്കെട്ടും പനിയൊക്കെ വരും. എന്നാലൊട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ മാത്രം അത്ര ഉണ്ടാവില്ല താനും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു വീസ് അല്ലെങ്കിൽ ഒരു ശ്വാസമുട്ടിക്കൽ പോലെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഒരു പ്രവണതയുണ്ട്. രണ്ടാമത്തെ കാര്യം, 5 മാസം കഴിയുമ്പോൾ അവരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുട്ടി ഇരിക്കുമ്പോൾ കിട്ടുന്ന പ്രതിരോധത്തിന്റെ ആന്റിബോഡീസ് കിട്ടും. അത് കഴിഞ്ഞ് കുട്ടി ജനിച്ചിട്ട് ഒരു 5 മാസം ആകുമ്പോൾ അതിന്റെ അളവ് കുറയുകയും കുട്ടി തന്നെത്താനെ ഈ ആന്റിബോഡീസ് പ്രതിരോധ ശക്തിക്ക് വേണ്ട ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങും. അത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് കുറച്ചൊരു ഡിലേ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഇൻഫെക്ഷൻസ് കൂടുതൽ വരാനുള്ള ഒരു പ്രവണതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, വീട്ടിൽ വേറെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും കഫക്കെട്ടോ ചുമ പനിയൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും ഈ കുട്ടീനെ ആ കുട്ടികളുടെ കൂടെ ഇരുത്താതിരിക്കുക. പിന്നൊന്ന്, ഈ അസുഖം എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ചെസ്റ്റ് എക്സ്റേ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ഇത്യാദികൾ നിങ്ങൾ ചെയ്യണം. കാരണം ശരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കഫക്കെട്ടുണ്ട് എന്ന്, പക്ഷെ പലപ്പോഴും ഡോക്ടേഴ്സ് നോക്കുമ്പോൾ അങ്ങനെ കിട്ടാറില്ല. തുടർന്നുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ചിലപ്പോൾ അതിന് ഒരു സപ്പോർട്ടീവായിട്ട് നമുക്ക് കിട്ടാറില്ല. അപ്പോൾ ശരിക്കും ശ്വാസകോശത്തിലുള്ള കഫക്കെട്ടാണോ ഇല്ല വെറും ഒരു അലർജി കാരണമുള്ള ഒരു ഹൈപ്പർ റിയാക്റ്റീവ് എയർവേ ഡിസീസ് അങ്ങനത്തെ ചില കാര്യങ്ങളാണോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ തുടർ ചികിത്സകളും എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ എന്തെങ്കിലും. കാരണം പല കാരണങ്ങൾ കൊണ്ടും ഇടയ്ക്കിടയ്ക്കുള്ള കഫക്കെട്ട് വരാം. അപ്പോൾ മേ ബി ഇനി ചിലപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഈ ഹൃദയത്തിൽ ചെറിയ ഹോൾ ഉണ്ടെങ്കിൽ ഈ പ്രായമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരും. പിന്നെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ GR എന്ന് പറയും, അതായത് തികട്ടി വരുന്നത്, നമ്മുടെ ആമാശയത്തിൽ നിന്ന് ഇത് തികട്ടി പുറത്ത് വരുന്നത് കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ആസ്പിറേഷൻ കാരണം തരിപ്പിൽ പോകുന്നത് കൊണ്ടും ചെറിയ കഫക്കെട്ട് വരാം. അപ്പോൾ അങ്ങനത്തെ എന്താണ് കാരണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ ക്ലിനിക്കലി നേരെ ഒരു ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ കുട്ടിയുടെ വെയിറ്റ് എത്രയുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ വെയിറ്റ്? ഇപ്പോഴത്തെ വെയിറ്റ് 8. എത്രയാണ്? 8 കിലോ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. ജനിച്ചപ്പോൾ 3 കിലോ ഉള്ള കുട്ടിയല്ലേ, ഇപ്പോൾ 9 മാസം 8 കിലോ ഉണ്ട്. 1 വയസ്സിൽ ഏകദേശം 9.5 കിലോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു കാഠിന്യമുള്ള ഒരു കാര്യമാണെങ്കിൽ കുട്ടിക്ക് ഇത്ര വെയിറ്റ് വെക്കില്ല.
അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ. ഓക്കെ, എന്നിരുന്നാലും മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. ഫർദർ ടെസ്റ്റുകൾ എന്തായാലും എസെൻഷ്യലായിട്ട് നിങ്ങൾ ചെയ്യണം. ഡോക്ടർ, ഈ ആശുപത്രികളെല്ലാം അല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ കുട്ടികളുടെ തരിപ്പ് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ശ്വാസതടസ്സം ഉണ്ടായി കഴിഞ്ഞാലൊക്കെ നമ്മൾ സാധാരണ ഇപ്പോൾ ആസ്മയുള്ള കുട്ടികളാണ്, നമുക്കറിയാം കുട്ടിക്ക് നേരത്തെ തന്നെ ആസ്മയുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൻഹെയിലർ കൊടുക്കും. ചിലരുടെ വീട്ടിൽ നെബുലൈസർ ഓൾറെഡി ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നെബുലൈസർ മരുന്ന് കൊടുത്തിട്ട് നെബുലൈസ് ചെയ്യുക. എന്നിട്ട് സോ ദാറ്റ് ആ ഒരു ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് പ്രാഥമികമായിട്ട് അമ്മമാർക്ക് തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറഞ്ഞ പോലെ അപസ്മാരമുള്ള കുട്ടികൾക്ക് അവർക്കുള്ള മരുന്നും നമ്മൾ കൊടുക്കാറുണ്ട്. കൂടുതലും പനിയോടനുബന്ധിച്ചുള്ള ഫിറ്റ്സ് വരാറുണ്ട്, ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിനുള്ള മരുന്ന് സപ്പോസിറ്ററി മലദ്വാരത്തിൽ വെക്കാനുള്ള സപ്പോസിറ്ററി അത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് അഥവാ ഫിറ്റ്സ് വരികയാണെങ്കിൽ കുട്ടിക്ക് പനിയുടെ മരുന്ന് കൊടുത്ത് കുട്ടീനെ ചെരിച്ച് കിടത്തിയിട്ട് ആ മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുകയും ചെയ്യാം. ഫ്രിസിയം ആ ടാബ്ലറ്റ് കൊടുക്കുക, അത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ തരിപ്പിൽ പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ആദ്യത്തെ 3 monthsലാണ് അത് ഏറ്റവും കൂടുതൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഈ എന്താ പറയുക, ഈ അന്നനാളം ഫുഡ് പൈപ്പ് എൻഡ് ചെയ്യുന്ന ആമാശയത്തിൽ എൻഡ് ചെയ്യുന്ന അവിടുത്തെ ആ മസിൽ അത്ര ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ഭക്ഷണം കൊടുത്താലും അത് തിരിച്ച് കയറാനുള്ളൊരു പ്രവണത ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഫസ്റ്റ് 3 മാസത്തിലെ കുട്ടികളെ പ്രത്യേകിച്ച് പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തല പൊന്തിച്ച് വെച്ച് വേണം കിടത്താനായിട്ട് എപ്പോഴും. പിന്നെ അഥവാ പെട്ടെന്ന് അത് ഈ തരിപ്പി പോകുന്നത് ഒന്ന് ഛർദ്ദിച്ചിട്ടായിരിക്കും തരിപ്പി പോകുന്നത്. അഥവാ ഒന്ന് ഛർദ്ദിക്കുന്നുണ്ട് അല്ലെ തിരിച്ച് ആ കക്കുക പറയില്ല, അതിങ്ങനെ വരുമ്പോൾ ഉടനെ തന്നെ കുട്ടീനെ ചെരിച്ച് കിടത്തിയതിന് ശേഷം നമ്മൾ പുറമൊന്ന് തട്ടിക്കൊടുക്കുക, മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് കുട്ടിയുടെ ആ മൂക്കിലും വായിലും ആ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ സെക്രീഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുപാട് ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവരണം. കാരണം ചിലപ്പോൾ ശ്വാസകോശത്തിലേക്ക് തരിപ്പിൽ ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ന്യൂമോണിയ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചെറിയ തോതിലുള്ള ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും കുട്ടികളെ പരിചരിക്കുമ്പോൾ എസ്പെഷ്യലി ന്യൂ ബോൺസിനെ ഫസ്റ്റ് 2-3 months നമ്മൾ എപ്പോഴും പാല് കൊടുത്തതിന് ശേഷം എപ്പോഴും പൊന്തിച്ച് വേണം കിടത്താനായിട്ട്. ഒരിക്കലും ഇങ്ങനെ പരത്തിയിട്ട് ഫ്ലാറ്റായിട്ട് കിടത്തരുത്, തലഭാഗം കുറച്ച് പൊന്തിച്ചിട്ട് വേണം കിടത്താനായിട്ട്. എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ പീഡിയാട്രിക് ഇൻറ്റൻസീവ് കെയറിൽ നൽകുന്നത്? നമ്മൾ ഇപ്പോൾ എന്താ പറയുക, എല്ലാ കോംപ്ലിക്കേഷൻസും ഏത് അസുഖത്തിൻ്റെയും ഇത് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഹൃദയത്തിനുള്ള ഹൃദയ രോഗങ്ങൾ പ്രത്യേകിച്ച് അത് ടു ദ ലെവൽ ആ ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കണ്ടീഷൻസ്, കാർഡിയക് ഫെയിലിയർ, അതിനുള്ള ചികിത്സ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇൻഫെക്ഷൻസ്, മയോകാർഡൈറ്റിസ് അത് കാരണം വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, അതിന് ഈ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അതാണ് മയോകാർഡൈറ്റിസ്. പിന്നെ അല്ലെങ്കിൽ ഘടനാപരമായിട്ട് സ്ട്രക്ചറലി ചിലപ്പോൾ ജന്മനാ ചില കുട്ടികൾക്ക് ചില ഹാർട്ട് ഡിസീസ് ഉണ്ടാവാറുണ്ട്, ഹോൾ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യത്തിൽ കാർഡിയക് ഫെയിലിയർ ആയിട്ട് വരുമ്പോൾ അത് നമ്മൾ ചികിത്സിക്കുന്നുണ്ട്. പിന്നൊന്ന് മറ്റേ ശ്വാസകോശ സംബന്ധമാണെങ്കിൽ ആസ്മ, സിവിയർ ആസ്മ. സാധാരണ ആസ്മ നമ്മൾ എമർജൻസി റൂമിൽ വെച്ചിട്ട് നെബുലൈസേഷനും സ്റ്റിറോയിഡൊക്കെ കൊടുത്ത് നമുക്ക് മാനേജ് ചെയ്യാം. ചിലപ്പോൾ അത് കൊടുത്താലും ചിലപ്പോൾ അത് ഏക്കാതെ വരിക ടു ദ ലെവൽ ദാറ്റ് കുട്ടിക്ക് സ്വന്തമായിട്ട് അതിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് ഓക്സിജനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഐസിയുലേക്ക് മാറ്റും. തുടർന്ന് ഇപ്പോൾ അത് പിന്നെയുള്ളത് ന്യൂമോണിയ, സിവിയർ ന്യൂമോണിയ അല്ല, 2 ശ്വാസകോശത്തിലും വളരെ ഇൻഫെക്ഷൻ അധികരിച്ചിട്ട് കുട്ടിക്ക് ഫെയിലിയറിൽ പോവുക, അങ്ങനത്തെ അത്. പിന്നൊന്ന് തുടർച്ചയായിട്ടുള്ള അപസ്മാരം, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അപസ്മാരം. പിന്നെ ഒന്നുള്ള പലതരം പോയിസണിങ്. ഫോർ എക്സാമ്പിൾ ബ്രേക്കിന് ശേഷം കണ്ടിന്യൂ ആണ്. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു നിർത്തിയത് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ചികിത്സകളെ കുറിച്ചാണ്. ശ്വാസകോശത്തിനെയും ബാക്കി എന്തൊക്കെ അവയവങ്ങളുള്ള ചികിത്സ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ തലച്ചോറിൽ മസ്തിഷ്ക ജ്വരം, പിന്നെ തലച്ചോറിൽ പഴുപ്പ് കിട്ടിയിട്ട് നീർക്കെട്ട് അധികമായിട്ട് അപസ്മാരം വരിക, തലച്ചോറിൽ നീർക്കെട്ട് അധികമായിട്ട് ടു ദ ലെവൽ കുട്ടിയുടെ ഫർദർ എന്താ പറയുക, അത് ബാക്കി അവയവങ്ങളെ കൂടെ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും ബാധിക്കുന്ന ഒരു അളവിലെത്തുക, അങ്ങനെ അതേമാതിരി അസുഖങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ്, അൺകൺട്രോളബിൾ ബ്ലീഡിങ്. ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ കരളിന് ഫെയിലിയർ വന്നിട്ട് അൺകൺട്രോളബിൾ ബ്ലീഡിങ്. പിന്നെ ഈ പറഞ്ഞ പോലെ സിവിയർ ഇൻഫെക്ഷൻ, ഡെങ്കി, മലേറിയ, പിന്നെ ടൈഫോയിഡ് വിത്ത് കോംപ്ലിക്കേഷൻസ്, പിന്നെ എല്ലാത്തിൻ്റെയും, പിന്നെ ഈ പറഞ്ഞ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ടും. പിന്നെയുള്ളത് കിഡ്നി ഫെയിലിയർ. പിന്നെ അതുകൂടാതെ പിന്നെ ഈ ട്രോമ, അതായത് ആക്സിഡൻറ്റ് കാരണമുള്ള സിവിയർ ഇഞ്ചുറി, തലച്ചോറിനകത്ത് രക്തസ്രാവം. അല്ലെങ്കിൽ പിന്നെയുള്ള ഈ പറഞ്ഞ പല ടൈപ്പ് പോയ്സണിങ്, അതായത് കുട്ടികളിൽ വളരെ സാധാരണമാണ്. ഈ മരുന്നുകൾ വീട്ടിലുള്ള വലിയ ആൾക്കാർ കഴിക്കുന്ന മരുന്നെടുത്ത് കഴിച്ചിട്ട് ഓവർ ഡോസ് ആയിട്ട് പോയ്സണിങ് ആയിട്ട് വരിക, പാരസിറ്റമോൾ പോയ്സണിങ്. പിന്നെ സ്നേക്ക് ബൈറ്റ്,
പിന്നെ അങ്ങനത്തെ അസുഖങ്ങളെല്ലാം തന്നെ നമ്മൾ ചികിത്സിക്കാറുണ്ട്. അതുകൂടാതെ പിന്നെ പീഡിയാട്രിക് സർജറി, ഓപ്പറേഷൻ സർജറി കഴിഞ്ഞ കുട്ടികൾക്ക് അതിൻ്റെ സർജിക്കൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസ് നമ്മൾ ICUലേക്ക് നമ്മൾ മാറ്റാറുണ്ട്. ഇതിനു പുറമെ ബാക്കിയെല്ലാം, അതായത് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാം, അതായത് പീഡിയാട്രിക് ന്യൂറോ സർജറി ആവട്ടെ, പീഡിയാട്രിക് സാധാരണ സർജറി ആവട്ടെ, അല്ലെങ്കിൽ എല്ലാ തരം കോംപ്ലിക്കേഷൻസ് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള 12 വയസ്സ് അല്ലെ 13 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് എന്ത് കാരണമായിക്കൊള്ളട്ടെ, പക്ഷേ അതിൻ്റെ ഒരു സിവിയർ അങ്ങനെയുള്ള ഇതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഹൃദയമിടിപ്പിന് തകരാറ് വരിക, ഹൃദയമിടിപ്പിന് തകരാറ് വരുന്ന അങ്ങനത്തെ കണ്ടീഷൻസ്, അങ്ങനത്തെ എല്ലാത്തിനും നമ്മൾ ചികിത്സ ഇവിടെ കൊടുക്കും. എങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്? വെന്റിലേറ്ററിലേക്ക് നമ്മൾ മാറ്റുന്നത് 3-4 ഇൻഡിക്കേഷൻസ് ഉണ്ട് നമ്മൾ തീർച്ചയായിട്ടും. ഒന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി വരിക, നമ്മൾ ഈ ലങ്സിന് സിവിയർ ന്യൂമോണിയ വരിക, സിവിയർ ന്യൂമോണിയ, അണുബാധ അങ്ങനെയൊക്കെ വന്നിട്ട് കുട്ടിക്ക് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകുന്ന കുട്ടികളെ വെന്റിലേറ്ററിൽ ഇടാറുണ്ട്. പിന്നൊന്ന്, ഈ ഹാർട്ടിന് ഫെയിലിയർ വരിക, ഹാർട്ടിന് കാരണം എന്ത് വേണമേ ആയിക്കോട്ടെ, ഇൻഫെക്ഷനോ എന്ത് വേണേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഋതം തകരാറായിരിക്കാം, ഈ പറഞ്ഞ പോലെ ഹാർട്ടിന് ഹൃദയമിടിപ്പിൻ്റെ താളപ്പിഴ അങ്ങനെ വന്നിട്ട് ഹാർട്ടിൻ്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളും കാർഡിയക് ഫെയിലിയർ ആകുമ്പോഴും നമ്മൾ അങ്ങനെയുള്ളതിനെ വെന്റിലേറ്ററിൽ നമ്മൾ ഇടാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തലച്ചോറിനകത്തുള്ള രക്തസ്രാവം, തലച്ചോറിനകത്ത് നീർക്കെട്ട്, തലച്ചോറിൽ അകത്ത് സിവിയർ മസ്തിഷ്ക ജ്വരം, പിന്നെ തലച്ചോറിലെ ആവരണത്തിലുള്ള പഴുപ്പ് അങ്ങനെയൊക്കെ വന്നിട്ട് കുട്ടികൾക്ക് തീരെ, അതായത് ഒരു ബ്രീതിങ്ങിൻ്റെ നമ്മുടെ നമ്മുടെ ഹൃദയമിടിപ്പ്, നമ്മുടെ ബ്ലഡ് പ്രഷർ എല്ലാം ഫൈനൽ കൺട്രോൾ ബ്രെയിനിലാണ്. അപ്പോൾ ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ എന്ത് കാരണം കൊണ്ടും ബ്രെയിനിന് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ളത് നിലനിർത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലും വെന്റിലേറ്ററിൽ ഇടാറുണ്ട്. ഇത് കൂടാതെ ഞരമ്പ് സംബന്ധമായ, നെർവ് സംബന്ധമായ ചില കാര്യങ്ങൾ, അതായത് നമ്മുടെ ശ്വാസോച്ഛ്വാസം നടത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന മസിൽസിലേക്കുള്ള ഞരമ്പിന് എന്തെങ്കിലും അസുഖം വരിക, ഞരമ്പിന് എന്തെങ്കിലും അസുഖം വരിക, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വെന്റിലേറ്ററിൽ ഇടാറുണ്ട്. അങ്ങനെ പിന്നെ അത് കൂടാതെ ചില കുട്ടികൾക്ക് ജന്മനാ ഈ മസിലിന് വീക്കം, മസിലിന് തളർച്ച, ക്ഷീണം വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഇങ്ങനെ കൂടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും നമ്മൾ ഇതിലിടാറുണ്ട്. പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ സിവിയർ ആയിട്ട് ഇപ്പോൾ കരളിന് ഫെയിലിയർ ആവുക, വൃക്ക തകരാറാകുക, അങ്ങനെയുള്ള ഇതിലും ഡയാലിസിസിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ വെന്റിലേറ്ററിൽ ഇടേണ്ടി വരാറുണ്ട്. ഈ കുട്ടികൾക്ക് മുറിവേറ്റാൽ അല്ലെങ്കിൽ പൊള്ളലേറ്റാൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാത്ത കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? ചെയ്യേണ്ടതും ചെയ്യാത്തതും മുറിവ് അല്ലെങ്കിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ കഴുകണം. ബിക്കോസ് അതിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാലും ഇത് നമ്മൾ അതിൽ പെട്ടെന്ന് അകത്തേക്ക് രക്തത്തിലേക്ക് അണുബാധ കയറാനുള്ള സാധ്യതയുണ്ട്, സെപ്സിസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ ആ മുറിവിൻ്റെ ആഴം എത്രയാണെന്ന് നമുക്ക് അറിയില്ല, അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് നോക്കണം. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറ്റനസ് ടോക്സോയിഡ് TT എടുക്കണം. ഒരു പക്ഷേ വാക്സിനേഷൻ്റെ കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രായപരിധി നോക്കിയിട്ട് വേണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പിന്നെയുള്ളത് ആ മുറിവിനുള്ള കാരണം എന്താ പറയുക, ഇരുമ്പോ അങ്ങനത്തെ വല്ലതും ആണെങ്കിൽ അതനുസരിച്ച് അതും നമ്മൾ നോക്കണം. പിന്നൊന്ന് ആൻറ്റിബയോട്ടിക്സ് എന്താണെന്ന് വെച്ചാൽ അത് ചേക്കണം. അത് മുറിവിൻ്റെ ഇതനുസരിച്ച് നമ്മൾ തീരുമാനിക്കണം. ഒരു സർജനെ കാണിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഡോക്ടർ, സമയോടെ പൂർണ്ണമായി പീഡിയാട്രിക് ICUവിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.